മറ്റു വാർത്തകളിലേക്ക്. ബജറ്റ് പ്രഖ്യാപനത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ ഇന്ത്യ സഖ്യം. എൻഡിഎ ഇതര സംസ്ഥാനങ്ങളെ അവഗണിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം. ശനിയാഴ്ച നടക്കാനിരിക്കുന്ന നീതി ആയോഗ് യോഗവും ബഹിഷ്കരിച്ചേക്കും. വിവരങ്ങൾ KC ഉണ്ണികൃഷ്ണൻ നൽകും. ഉണ്ണി, ബജറ്റ് പ്രഖ്യാപനത്തിൽ ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് രാജ്യം ഉണ്ടായിരുന്നത്. എന്നാൽ ചില ഇതര സംസ്ഥാനങ്ങൾ അവഗണിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ന് പ്രതിഷേധം ശക്തമാകാനാണ് സാധ്യത. വിശദാംശങ്ങൾ. എന്റെ ഇതര സംസ്ഥാനങ്ങളെ അവഗണിച്ചെന്ന് ചൂണ്ടിക്കാട്ടി വലിയ പ്രതിഷേധം ഉയർത്തുക തന്നെയാണ് ഇന്ന് പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത്. ഇന്ത്യ സഖ്യം ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് തീരുമാനം. പാർലമെന്റിനകത്തും പുറത്തും വലിയ പ്രതിഷേധം ഉയർത്തും. എന്തായാലും ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പങ്കെടുക്കാൻ തന്നെയാണ് പ്രതിപക്ഷ സഖ്യത്തിന്റെ തീരുമാനം. രാജ്യസഭയിലും ലോക്സഭയിലും സഖ്യം ബജറ്റ് ചർച്ചകളിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ പാർലമെന്റിന്റെ പുറത്തും അകത്തും ശക്തമായ പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് തീരുമാനം. ബീഹാർ, അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ പദ്ധതികൾ ഉൾപ്പെടെ വലിയ പദ്ധതികൾക്ക് ബജറ്റിൽ വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ ഫണ്ട് വകയിരുത്തിയപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ അവഗണിച്ചെന്നാണ് പ്രതിപക്ഷം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് വലിയ പ്രതിഷേധം ഉയർത്താനുള്ള ഒരു തീരുമാനം. എന്തായാലും ആന്ധ്രയിൽ വലിയൊരു പ്രഖ്യാപനം, ആന്ധ്രയുടെ തലസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള പ്രഖ്യാപനം കൂടാതെ കർഷകർക്ക് പ്രത്യേക സഹായം അടക്കമുള്ള പാക്കേജുകളെല്ലാം തന്നെ ആന്ധ്രയ്ക്ക് വേണ്ടി ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. ബീഹാറിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ ഈ ഹൈവേ വികസനത്തിനടക്കം 26,000 കോടിയുടെ പദ്ധതികളെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു. കൂടാതെ പ്രളയ ഫണ്ട് അടക്കം ബീഹാറിനായി വകയിരുത്തിയിട്ടുണ്ട്. ഇത് സഖ്യകക്ഷികളായ TDPയെയും JDUവിനെയും ഒപ്പം നിർത്താനായി അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളാണ് നടത്തിയെന്നുള്ളൊരു വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. കൂടാതെ ഈ ബജറ്റ് എന്ന് പറയുന്നത് JD അല്ലെങ്കിൽ ആന്ധ്രയ്ക്കും ബീഹാറിനും വേണ്ടി മാത്രമുള്ള ബജറ്റായി മാറിയെന്നൊരു വിമർശനവും പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഇന്നലെ ഉണ്ടായിരുന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഈ ഒരു ഘട്ടത്തിൽ വലിയൊരു പ്രതിഷേധം തന്നെ ഉയർത്തുകയാണ് ഇന്ന് ലക്ഷ്യമിടുന്നത് പ്രതിപക്ഷ സഖ്യം. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളെല്ലാം ഇന്ന് പാർലമെന്റിൽ അരങ്ങേറാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും രാവിലെ 11 മണിക്ക് സഭ ആരംഭിച്ച ശേഷം തന്നെ ഇരു സഭകളിലും പ്രതിഷേധ സ്വരം ഉയരാനുള്ള സാധ്യതയാണ് ഉണ്ടാവുന്നത്. എന്തായാലും വലിയൊരു പ്രതിഷേധം ഈ ബജറ്റുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. കേരളത്തിലടക്കം ഉള്ള MPമാർ ഈ കഴിഞ്ഞ ദിവസം തന്നെ സംസ്ഥാനങ്ങളെ അവഗണിച്ചു എന്ന രീതിയിലുള്ള ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു. അത് ഇന്നും സഭയിൽ പ്രതിഫലിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യങ്ങൾ. ഒരു തവണ പോലും കേരളത്തെ പരാമർശിച്ചിട്ടില്ല. പ്രളയ ഫണ്ട് അടക്കം കേരളത്തിനൊന്നും നൽകിയില്ല എന്നൊരു വിമർശനവും ഈ പ്രതിപക്ഷ MPമാരടക്കം ചൂണ്ടിക്കാട്ടുന്നു. ഇതെല്ലാം തന്നെ സഭയെ പ്രക്ഷുബ്ധമാക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും രാവിലെ 11 മണിക്ക് തന്നെ സഭ ചേരുന്നു. ഈ സഭ ചേരുന്ന ഉടനെ തന്നെ വലിയൊരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ ശനിയാഴ്ച നീതി ആയോഗിന്റെ ഒരു യോഗം നടക്കുകയാണ്. ഇതിൽ പ്രതിപക്ഷ അല്ലെങ്കിൽ NDA ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ പങ്കെടുക്കില്ലെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമാക്കിയിരുന്നു. ഈ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നാണ് പറഞ്ഞത്. അത് കർണാടകയെ സംബന്ധിച്ച് കർണാടകയ്ക്കും വലിയ പാക്കേജുകളൊന്നുമില്ല. തമിഴ്നാട്, അതോടൊപ്പം തന്നെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ വലിയ പ്രഖ്യാപനങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അപ്പോൾ ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് തന്നെ വലിയ പ്രതിഷേധമാണ് NDA ഇതര നേതാക്കളിൽ നിന്നെല്ലാം തന്നെ ഉയരുന്നത്. ഇതെല്ലാം തന്നെ വലിയൊരു പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് നയിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ബജറ്റുമായി ബന്ധപ്പെട്ട ഇന്ന് ചർച്ച നടക്കും ബജറ്റിൽ. ആ ചർച്ചയ്ക്കിടെ വലിയൊരു പ്രതിഷേധം ഉയർത്താൻ തന്നെയാകും പാർലമെന്റ് ഇരുസഭകളിലും പ്രതിപക്ഷ സഖ്യത്തിന്റെ തീരുമാനം. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകും. ശനിയാഴ്ച നടക്കാനിരിക്കുന്ന നീതി ആയോഗ് യോഗവും ബഹിഷ്കരിക്കാനുള്ള ഒരു സാധ്യത കാണുന്ന വിവരങ്ങൾ നൽകിയത് KC ഉണ്ണികൃഷ്ണൻ.